ക്രിക്കറ്റ് ലോകത്ത് ഉപയോഗിക്കുന്നൊരു വാക്കാണ് സ്ലെഡ്ജിങ്. ഇപ്പോൾ ഒരു ബാറ്റ്സ്മാൻ നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി ബോളർ ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് അയാൾ പ്രകോപിപ്പിക്കും. അപ്പോൾ ദേഷ്യം വരുമ്പോൾ ബാറ്റ്സ്മാൻ അനാവശ്യമായ ഷോട്ടിന് മുതിരും, അങ്ങനെ ഔട്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സ്ലെഡ്ജിങ് ഒരു ടെക്നിക്കാണ് ക്രിക്കറ്റ് ലോകം ഉപയോഗിക്കുന്നത്. ക്രിക്കറ്റ് ലോകത്ത് സച്ചിൻ ടെണ്ടുൽക്കർ കൂൾ ബാറ്റ്സ്മാൻ എന്നറിയപ്പെടുന്നത് കൊണ്ടാണ്. സച്ചിനെ എത്ര പ്രകോപിപ്പിച്ചാലും ആ മനുഷ്യൻ റിയാക്ട് ചെയ്യാറില്ല, റെസ്പോണ്ട് ചെയ്യും, റിയാക്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ കാമായിട്ട് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിലും ഇങ്ങനെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്ന ചില ആൾക്കാരുണ്ട്. നിരന്തരമായിട്ട് നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ആളുകളും സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ചിന്തിക്കുക, റിയാക്ട് ചെയ്യുക എന്നുള്ളതല്ല. ഉദാഹരണത്തിന് നമുക്ക് വേണമെങ്കിൽ ഒരു കൊക്കോ കോള ബോട്ടിൽ പോലെ ആവാം, അതല്ലെങ്കിൽ നമുക്ക് സാധാരണ വെള്ളത്തിൻ്റെ ബോട്ടിൽ പോലെ ആവാം. ഈ കോള ബോട്ടിൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് തുറന്നു കഴിഞ്ഞാൽ അത് ഉള്ളിലുള്ളതൊക്കെ പുറത്തോട്ട് പോകും, ബബിൾസായിട്ട് എല്ലാം പുറത്തോട്ട് പോകും. പക്ഷെ വാട്ടർ ബോട്ടിൽ എത്രമാത്രം കുലുക്കിയാലും അത് തുറന്നു കഴിഞ്ഞാൽ ഒന്നും പുറത്തോട്ട് പോകില്ല. ഇറ്റ് റിമെയിൻസ് കാം, ഇറ്റ് റിമെയിൻസ് സെയിം. നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ആരെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടിലാക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? ക്യാൻ ബോട്ടിൽ പോലെയാണോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ പോലെയാണോ എന്ന് ചിന്തിക്കുക. ജീവിതത്തിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, എങ്ങനെ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുമെന്നാണ് ചിന്തിക്കേണ്ടത്. ഹൗ ഐ വിൽ റെസ്പോണ്ട് ടു ഇറ്റ്. റിയാക്ഷൻ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്, പക്ഷെ റെസ്പോണ്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവങ്ങളുണ്ടാകുമ്പോൾ, നമ്മൾ വിഷമിപ്പിക്കുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് നമ്മുടെ റെസ്പോൺസ്.